തോട്ടട ITIയിലെ സംഘർഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ KSU പ്രതികരിക്കുന്നത്. നമുക്കൊപ്പം SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ചേരുകയാണ്. PM ആർഷോ, തോട്ടട ITIയിൽ കൊടികെട്ടിയ യൂണിറ്റ് പ്രസിഡന്റിനെ വട്ടം കൂടി നിന്ന് തല്ലി അവശനാക്കി ഇപ്പോൾ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ് SFIക്കാർ എന്നതാണ് KSUവിന്റെ ആരോപണം. ഇങ്ങനെയാണോ ഒരു ക്യാമ്പസിൽ വേണ്ടത്? ഇങ്ങനെ നല്ലൊരു ക്യാമ്പസിൽ വേണ്ടത് അത് കേവലം KSUവിന്റെ ആരോപണം മാത്രമാണ്. ITI തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന നാളെ നോമിനേഷൻ പ്രക്രിയയാണ്. ബോധപൂർവം അതിന് മുന്നോടിയായി ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി തീരുമാനിച്ചുറപ്പിച്ച് ഇന്ന് പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ള കേസിന്റെ നേതൃത്വം ക്യാമ്പസിനകത്ത് ക്യാമ്പ് ചെയ്ത് ബോധപൂർവ്വം ഉണ്ടാക്കിയ സംഘർഷമാണ്. ഈ ഘട്ടം ഇതുവരെ ഞങ്ങളുടെ 5ഓളം പ്രവർത്തകർക്ക് മാരകമായ വിധം പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബോധപൂർവം ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്യാമ്പസിനകത്ത് ഇപ്പോൾ സ്വാഭാവികമായും ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ കൊടുക്കാൻ വേണ്ടി സാധ്യതയുള്ള നരേറ്റീവ് തല്ലുകൊണ്ടിട്ടുണ്ടല്ലോ. റിബിൻ അബോധാവസ്ഥയിലാണ്, പോലീസാണ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടത്, ദൃശ്യങ്ങളിൽ തത്സമയം കണ്ടത്. ഞങ്ങളുടെ 5 പ്രവർത്തകർ ആക്രമിക്കപ്പെട്ട് അബോധാവസ്ഥയിൽ ഉൾപ്പെടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമായും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അകത്ത് വരുന്ന നില ഉണ്ടാവില്ല. ഒരു റിബിൻ മാത്രമായിരിക്കും. തത്സമയമായിരുന്നല്ലോ PM ആർഷോ. അവിടെ ആരും തല്ലുകൊണ്ട് ആശുപത്രിയിൽ ഒരു വാഹനത്തിലും കൊണ്ടുപോകുന്നത് കണ്ടില്ല. അതെ, നിങ്ങളുടെ സ്വാഭാവികമായും നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് തുറന്നു ഞങ്ങളുടെ കണ്ണ് പോകാത്തതല്ലോ ഞങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് പരിക്കേറ്റത്? 5 പ്രവർത്തകർ ആരൊക്കെയാണ്? ആ 5 വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്? 5 വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിപ്പോർട്ട്. അല്ല, നമുക്കത് കൊടുക്കാം. ആരൊക്കെയാണെന്ന് ഹർഷ പറയൂ. എനിക്ക് ഹർഷയെ വിശ്വാസമാണ്. പറയൂ, ആരൊക്കെയാണ് പരിക്കേറ്റവർ? ആരൊക്കെയാണ്? SFI ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ സംഭവ സ്ഥലത്തുണ്ട്. അവരുടെ തൊട്ടടുത്ത് നിങ്ങളുടെ റിപ്പോർട്ടറുണ്ട്. സ്വാഭാവികമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ആ വിദ്യാർത്ഥികളുടെ തുടരൂ, നമുക്കത് ചോദിക്കാം. കാരണം ഇപ്പോൾ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അബോധാവസ്ഥയിൽ എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കിതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ഹർഷോ തുടരണം. അർജുൻ കല്യാൺ, അവിടെ SFIയുടെ ജില്ലാ ഭാരവാഹികളടക്കം സ്ഥലത്തുണ്ട് എന്ന് PM ആർഷോ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. അവിടെ SFI പ്രവർത്തകരായ 5 പേർ അബോധാവസ്ഥയിൽ എന്നാണ് PM ആർഷോ പറയുന്നത്. അങ്ങനെയുണ്ടായോ? SFIയുടെ ജില്ലാ സെക്രട്ടറി PM സഞ്ജീവ് നമ്മളോടൊപ്പം തന്നെയുണ്ട്. 5 പ്രവർത്തകർക്കാണോ ഇപ്പോൾ പരിക്കേറ്റുള്ളത്? സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന 5 പേർക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്, അബോധാവസ്ഥയിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതെ, നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു 5 പേരെ പരിക്കേറ്റു. അതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കാണേണ്ടത് ഒരു വലിയ അക്രമം തന്നെ നടപ്പിലാക്കണം എന്നുള്ള സ്ഥിതിയിലാണ് അവർ വന്നിട്ടുള്ളത്. ഏത് നമ്മൾ ഈ ആക്രമിക്കപ്പെട്ടവരിൽ പോളിയിലുള്ള ആശി എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയുണ്ട്. തല പൊട്ടി ചോര ഒലിച്ചിട്ടാണ്. അതിന് പുറമെ മറ്റു വിദ്യാർത്ഥികളുമുണ്ട്. മറ്റു വിവരങ്ങളെല്ലാം ഉടനെ നൽകാം. 4 വിദ്യാർത്ഥി ജനറൽ ആശുപത്രിയിലും AKG ആശുപത്രിയിലുമായിട്ട് അവരുണ്ട്. ജനറൽ ആശുപത്രിയിൽ ഈ തലക്ക് പരിക്കേറ്റില്ല, മാരകമായ പരിക്കാണ്, രക്തമൊലിച്ചാണ് ഇവിടെ നിന്ന് പോയത്. ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിൽ അത് ഉദ്ദേശിക്കുന്നത് KSU ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനമായി ഇപ്പൊ പറയുന്നത് വെച്ചാൽ KSUക്കാർ വന്നു, പക്ഷേ SFIക്കാർ അത് കൃത്യമായ രീതിയിൽ ഒരു സംഘം ചേർന്ന് ആക്രമിക്കുകയില്ല. ഒരിക്കലുമില്ല. നിങ്ങൾ ആ സമയത്ത് ഉണ്ടല്ലോ, അവിടെ KSUക്കാർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, SFIക്കാർ ഈ ഭാഗത്ത് നിൽക്കുന്നു. അതിനിടയിൽ KSU പ്രവർത്തകരിൽ ഒരാൾ SFIക്കാർക്കിടയിലേക്ക് കടന്നു വന്ന് അക്രമം ഉണ്ടാവുകയും അതിനിടയിൽ നിന്നാണ് സംഭവങ്ങൾ കൈവന്നു മാറുന്നത്. അവരുദ്ദേശം അക്രമം സൃഷ്ടിക്കുക, അവർക്കിടയിൽ ഒരു വലിയ ന്യൂസ് സെൻസിംഗ് ആയിട്ട് കാര്യങ്ങളെ മാറ്റുക. അബോധാവസ്ഥയിലായ 5 SFIക്കാർ ആ ഒരു അന്തരീക്ഷത്തിൽ അതിന് സാധിക്കുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ല. ഈ പരിക്കേറ്റ 5 പേരുടെയും പേരുകൾ കിട്ടി. തീർച്ചയായും അതിന്റെ പൂർണ്ണമായുള്ള വിവരം എനിക്കില്ല. ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ കൊണ്ടുപോകായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള 2-3 വിദ്യാർത്ഥികളെയാണ് ഇത്. മറ്റ് വിവരങ്ങൾ കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് 5 വിദ്യാർത്ഥികൾ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അത് പലരായി ആശുപത്രിയിലുണ്ട്. ഒരാളുടെ സ്ഥിതി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നേരിട്ട് കാണുന്ന സ്ഥിതി ഉണ്ട്. അതും മാധ്യമങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളെ പോളിയിലുള്ള വിദ്യാർത്ഥിയാണ്, 1ാം വർഷ വിദ്യാർത്ഥികളാണ്. പോളിയിലുള്ള വിദ്യാർത്ഥി എങ്ങനെയാണ് ഇവിടെ ക്യാമ്പസ്? ഇതൊരൊറ്റ ക്യാമ്പസാണ്, ഒരൊറ്റ കോമ്പൗണ്ടാണ്. അവിടങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. അങ്ങനെ വിദ്യാർത്ഥി അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലയിലാണ്. PM ആർഷോ തുടരുന്നുണ്ട്. അർജുൻ ഒന്ന് തുടരണം. ആ വിദ്യാർത്ഥികൾ ആരാണെന്ന് അർജുനും ഒന്ന് അന്വേഷിക്കുക. 5 പേർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നൽകാവുന്നതാണ്. PM ആർഷോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ജില്ലാ ഭാരവാഹികളോട് ഞങ്ങൾ ചോദിച്ചു, പേരൊന്നും അദ്ദേഹത്തിനും അറിയില്ല. അല്ല, അവിടെ വിദ്യാർത്ഥികൾ ആശുപത്രിയിലുണ്ട്, AKG ആശുപത്രിയിലും. അതേപോലെ തന്നെ അല്ല, ഈ ITIയിലെ സംഘർഷത്തിൽ എങ്ങനെയാണ് പോളിയിലെ വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് സുജയ കണ്ണൂർ ഈ അടക്കാട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ബോധ്യം ഉണ്ടാവും. ഒരൊറ്റ കോമ്പൗണ്ടിലാണ് പോളിടെക്നിക്കും അതേപോലെ തന്നെ പോളിയിലെ വിദ്യാർത്ഥിയെ തല്ലിയതാരാണ്? ITIയിലെ കേസുകാരാണോ?
അവിടെ ഐടിഐക്കകത്തു നിന്നും അതേപോലെ തന്നെ പുറത്തു നിന്നും എത്തിയിട്ടുള്ള സംഘടിച്ചെത്തി ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ക്യാമ്പസിലെത്തിയ ആളുകൾ അക്രമം അഴിച്ചുവിട്ടിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു സംഘർഷം അവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രയാസം മാത്രം ഉണ്ടാകുന്ന സംഘർഷമാണ്. അവിടെ ഒരു നിലയ്ക്കും സംഘർഷം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ വേണ്ടി നിൽക്കുന്നു. തൊട്ടടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നോമിനേഷനാണ്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുന്ന ക്യാമ്പസാണ്. ഞങ്ങൾക്ക് അവിടെ സംഘർഷം ഉണ്ടാക്കേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. എന്നാൽ KSUവിനെ സംബന്ധിച്ച് അവർക്ക് സംഘർഷം രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആക്രമണമാണ് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വളരെ ബോധപൂർവ്വം അവർ അഴിച്ചുവിട്ടുള്ള ആക്രമണ പരമ്പരയാണ്. സ്വാഭാവിക അടികൊണ്ടാലും തിരിച്ചടിയിലുണ്ടാവും. സ്വാഭാവികം ഇത് നമ്മൾ മുൻകൂട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക നേരത്തെ കണ്ട് അതിന് തയ്യാറായി നിൽക്കുന്ന ആളുകളല്ലോ. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും വിദ്യാർത്ഥിയെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടായേക്കാം. എനിക്ക് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയില്ല. അത് നമുക്ക് തുടർന്നുള്ള പരിശോധനയിൽ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ആ ദൃശ്യങ്ങളിലേക്കും അവിടെയുള്ള SFIയുടെ തന്നെ ജില്ലാ ഭാരവാഹിയിലേക്കും തത്സമയമാണ് പോയത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം തത്സമയം ദൃശ്യങ്ങൾ കൊടുക്കുകയായിരുന്നു ഹർഷോ. പക്ഷേ അതിൽ ഞാൻ ഒരു ഭാഗത്തേക്ക് നോക്കിയതല്ല, ഞാൻ എല്ലാ ഭാഗത്തെയും ദൃശ്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഈ പറയുന്നത് പോലെ 5 പേരെ കൊണ്ടുപോകുന്നത് കണ്ടില്ല ഹർഷോ. അതല്ല, അത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ക്യാമറ എങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തു എന്നുള്ളതിന്റെ പ്രശ്നമായിരിക്കും. സ്വാഭാവികം ക്യാമ്പസിനകത്തേക്ക് മുഴുവൻ ഫോക്കസ് ചെയ്യാനുള്ള വലിപ്പം നിങ്ങളുടെ ക്യാമറയ്ക്ക് ഉണ്ടാവില്ല. അതിനകത്ത് നമുക്ക് വേറെ ആക്ഷേപമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടാകേണ്ടെന്ന് സാഹചര്യമില്ല. ഞങ്ങൾക്ക് അവിടെ നല്ലൊരു ക്യാമ്പസിനകത്തും സംഘർഷം ഉൾപ്പെടുത്തേണ്ടുന്ന ഒരാവശ്യം നിലവിലില്ല. ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് ക്യാമ്പസിൽ സംഘർഷം ഉണ്ടാവുക എന്നുള്ളത് KSUവിന്റെ മാത്രം കാര്യം അവിടെയുള്ള ജില്ലാ ഭാരവാഹികൾ അവിടെ ഉണ്ടായ നിങ്ങളുടെ പ്രവർത്തകർക്കേറ്റ അതിക്രമം ചിത്രീകരിച്ചിട്ടുണ്ടാകുമല്ലോ. ആ ദൃശ്യങ്ങൾ എത്തിച്ചു തന്നാൽ നമുക്കതും നൽകാം. കാരണം ഞങ്ങളുടെ അർജുൻ കല്യാണിന്റെ ക്യാമറയിൽ പതിയാതെ പോയ ആ ദൃശ്യങ്ങൾ അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കാരണം KSU മാത്രം ആക്രമണത്തിനിരയായി എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല മാഡം, അതിനകത്ത് അങ്ങനെ ഒരു ദൃശ്യം ഇവരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്താ പറയാ, ആ വിദ്യാർത്ഥികൾ അതിൽ നിന്ന് രക്ഷിച്ചു മാറ്റി കൊണ്ടുവരാനായിരിക്കുമല്ലോ അവിടെ ഉണ്ടാകുന്ന ആളുകൾ ശ്രമിക്കുക. അല്ലാതെ ആ സമയത്ത് മൊബൈൽ എടുത്ത് ദൃശ്യം പകർത്താൻ വേണ്ടിയിട്ടായിരിക്കില്ലോ. അങ്ങനെ ഒരു രീതിയോ ശൈലിയോ ആയിരുന്നില്ല ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പറഞ്ഞ നിങ്ങളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അർജുൻ കല്യാണിന്റെ ക്യാമറയിൽ തന്നെ പതിഞ്ഞ ദൃശ്യങ്ങളാണല്ലോ. KSU ഭാരവാഹികൾ എടുത്തു നൽകിയിട്ടുള്ള ദൃശ്യങ്ങളല്ലല്ലോ. അപ്പോ ക്യാമറ തിരിക്കുന്നതിനകത്തുള്ള പ്രശ്നമുണ്ട്. താങ്കൾ ഇങ്ങനെ മാധ്യമങ്ങളെ പഠിക്കാതെ താങ്കൾക്കോ ജില്ലാ ഭാരവാഹിക്കോ PM ആർഷോ പരിക്കേറ്റ 5 പേരുടെ പേര് പോലും ആ ജില്ലാ ഭാരവാഹിക്ക് അറിയില്ല. ഒരാളുണ്ട്, 2 പേരുണ്ട്, 3-4 പേരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പറയുന്നു പോളിലെ വിദ്യാർത്ഥിയാണെന്ന്. നിങ്ങൾ കള്ളം പറയരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അല്ല, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ക്യാമ്പസാണത്. പരിക്കേറ്റത് ആയിരക്കണക്കിന് പേർക്കല്ലോ, 5 പേർക്കെന്നല്ലേ പറയുന്നത്. 5 പേരുടെ പേര് അറിയില്ല. നൂറുകണക്കിന് മെമ്പർഷിപ്പ് ഉള്ള ക്യാമ്പസാണത്. അവിടെ സ്വാഭാവികമായിട്ടൊരു ആക്രമണം ഉണ്ടായി. നമ്മുടെ കുട്ടികൾ ആക്രമിക്കപ്പെട്ടു. ആ ഘട്ടത്തിൽ അവർ ആശുപത്രിയിലേക്ക്, അവർ ആ സംഘർഷം നടക്കുന്ന പ്രദേശത്തുള്ളത്. അവിടെ ഈ പറഞ്ഞവർക്ക് അത് അവസാനിപ്പിക്കുന്നതിന് ഉൾപ്പെടെ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കൃത്യമായി ഈ 2 ആശുപത്രികളുള്ള ഈ വിവരം കിട്ടി 5 പേർ ആക്രമിക്കപ്പെട്ടു എന്ന്. അങ്ങനെയാണെങ്കിൽ പേരടക്കം കിട്ടിയിട്ടുണ്ടാകുമല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അവിടെയുള്ള കുട്ടികളെ ബന്ധപ്പെടുന്ന ഘട്ടത്തിലാണ് എനിക്ക് കിട്ടിയ വിവരം. ഇനി ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഈ AKG ആശുപത്രിയിലേക്കും ജനറൽ ആശുപത്രിയിലേക്കും പോകാനുള്ള അന്വേഷിക്കാനുള്ള സൗകര്യം നിങ്ങൾക്കില്ലേ, സാഹചര്യം നിങ്ങൾക്കില്ലേ? താങ്കൾ ഒരു ഭാരവാഹിയോട് ചോദിക്കുന്നതിലെ അതിലും എളുപ്പം. പോയി തിരക്കുന്നത് നമ്മൾ ചെയ്യാം. പക്ഷെ താങ്കൾ പറഞ്ഞു KSUവിനെ ആക്രമിച്ചു എന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അത് തെറ്റാണ്. അവിടെ കണ്ണൂർ തോട്ടട ITIയിൽ നടന്ന SFI KSU സംഘർഷമാണ്. SFIക്കാർ വളഞ്ഞിട്ട് തല്ലുന്നതടക്കം അവിടെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ക്യാമ്പസിൽ കൊടി കെട്ടിയത് KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് റിബിനാണ്. ചിലയിടത്തേക്ക് മാത്രമല്ല PM ആർഷോ. ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് ദയവ് ചെയ്ത്. ക്യാമ്പസിൽ കൊടി കെട്ടിയ ഒരാളെ SFIക്കാർ തല്ലിച്ചതച്ചു. അയാൾ അബോധാവസ്ഥയിലാണ്. പോലീസ് അയാളെ എടുത്തുകൊണ്ടുപോയി. കൊടി കെട്ടിയത് മുഹമ്മദ് റിബിനാണ്. മുഹമ്മദ് റിബിനെ നിങ്ങൾ തല്ലി, അത് വസ്തുതയാണ്. മുഹമ്മദ് റിബിനെ നിങ്ങൾ തല്ലി. മുഹമ്മദ് റിബിൻ അബോധാവസ്ഥയിലാണ്, അത് വസ്തുത. അല്ലാതെ 5 പേരെ KSU തല്ലിയെന്ന് നിങ്ങൾ പറയുന്നു. ആ KSU തല്ലിയ 5 പേർ ആരൊക്കെയാണ്? പേര് പോലും പറയാൻ താങ്കളുടെ ജില്ലാ ഭാരവാഹിക്ക് പറ്റുന്നില്ല, താങ്കൾക്ക് പറ്റുന്നില്ല. പിന്നെ മാധ്യമങ്ങളെ പഠിക്കുന്നത് എന്തിനാണ്? അല്ല, ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു, ഞങ്ങളുടെ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ, അവരോട് പിടിച്ച വിഷയം എന്തെങ്കിലും ഉണ്ട് തന്നു, ഞങ്ങൾ അതങ്ങോട്ട് ടെലികാസ്റ്റ് ചെയ്തേക്കാണ്. അതല്ല, ഞങ്ങൾ ദൃശ്യങ്ങൾ കണ്ടില്ല. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളാണ് പറയുന്നത്. അത് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നു, റിപ്പോർട്ടർ കണ്ടിട്ടില്ല. അവിടെ ഉള്ളതല്ലേ റിപ്പോർട്ടറിന് കാണാൻ കഴിയുമല്ലോ. അത് ആർഷോയ്ക്ക് ഇഷ്ടമുള്ളത് കാണാൻ കഴിയില്ല. അല്ല മാഡം, ആർഷോയുടെ താല്പര്യം സംരക്ഷിക്കുകയല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണുന്നത് എന്തോ ടെലികാസ്റ്റ് ചെയ്യാൻ. അതിന് മാധ്യമങ്ങളോട് പഴി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അർഷോ തുടരുക. ഞാനും അർഷോയും ഇപ്പോൾ തോട്ടടയിലില്ല. ഞാനോ അർഷോയോ തോട്ടടയിലില്ലല്ലോ. അർഷോ ഇപ്പോൾ തോട്ടടയിലില്ല, ഞാനുമില്ല.
അശ്വ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ തോട്ടടയിൽ താങ്കളുമില്ല, ഞാനുമില്ല. അവിടെയുള്ളത് അർജുൻ കല്യാടാണ്. അർജുൻ കല്യാടിനൊപ്പം ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപഴശ്ശിയുമുണ്ട്. അർജുൻ കല്യാട്, നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം ക്യാമറ തിരിച്ചു വെച്ചു, അതുകൊണ്ട് KSU പ്രവർത്തകർ SFIക്കാരെ ആക്രമിക്കുന്നത് കണ്ടില്ല എന്നാണ് പറയുന്നത്. അർജുൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്നത് പോലെ 5 SFI പ്രവർത്തകർ അടികൊണ്ട് അബോധാവസ്ഥയിലുണ്ടോ? അതെ അതെ അതെ, വെള്ളിയാഴ്ച എല്ലാ പാർട്ടിക്കാരും സുജയ, ഒരു SFI പ്രവർത്തകനെ ഇവിടെ നിന്ന് അല്പസമയം മുമ്പ് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ACP TK രത്നകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ പ്രതികരണത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് വരാവുന്നതാണ്.